മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി കൂടുതൽ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നാഗ്പൂരിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 മണിയോടെയാണ് ചടങ്ങ്. 30ഓളം മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കും. BJP നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയെന്നാണ് വിവരം. മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മന്ത്രിസഭാ വികസനം നമുക്കറിയാം 3 ആഴ്ച സമയമെടുത്തു. അത്ര സുഗമമായിരുന്നില്ല കാര്യങ്ങൾ. ഏക്നാഥ് ഷിൻഡെയുടെ എതിർപ്പ് ഒക്കെ കാര്യമായി പരിഗണിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഏക്നാഥ് ഷിൻഡെയ്ക്ക് ആഭ്യന്തരം വേണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഏറ്റവും ഒടുവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ നേരിട്ട് ഇടപെട്ടാണ് ഷിൻഡെയെ അല്പമൊന്ന് അനുനയിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നുള്ള കാര്യം ഇന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. ഷിൻഡെയുടെ എന്താണ് എതിർപ്പ്, ഷിൻഡെയുടെ ആവശ്യങ്ങൾ, അതിൽ നിന്നൊട്ടും പോകാനുള്ള സാഹചര്യമില്ല. എന്ത് ഫോർമുല മുന്നോട്ട് വെച്ചാണ് ഈ മന്ത്രിസഭാ വികസനത്തിലെ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കണ്ടൊരു. മനു, ഷിൻഡെയെ എങ്ങനെ അനുനയിപ്പിച്ചു, എങ്ങനെയാണ് ഫോർമുല, ഏതൊക്കെ ഈ 3 പ്രധാന കക്ഷികൾക്ക് എത്ര മന്ത്രിസ്ഥാനം, ഏതൊക്കെ വകുപ്പുകൾ, അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? സ്വാഭാവികമായും BJPക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന നിലപാട് കുറെ കൂടി വിജയം കാണുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. 20ഓളം മന്ത്രിമാർ BJPക്ക് ഉണ്ടാകും എന്ന് നേരത്തെ വ്യക്തമാക്കിയത്. അത് 23ലേക്ക് ഉയരും എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. അതേസമയം ഷിൻഡെ വിഭാഗത്തിന് അർഹമായ ഒരു പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് BJP ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. 11ഓ 12ഓ മന്ത്രിമാരെയാണ് ഷിൻഡെ വിഭാഗത്തിന് നൽകാൻ ആയിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതേസമയം 10 മന്ത്രിമാർ NCPക്ക് ഉണ്ടാകും. പ്രധാനപ്പെട്ട വകുപ്പുകൾ, റവന്യൂ പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം NCPക്ക് ധനകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നൽകാനാണ് നീക്കം നടക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ BJP തന്നെ നിയന്ത്രിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്. മഹാരാഷ്ട്രയിൽ BJP സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിജയമാണ് നേടിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ദേവേന്ദ്ര ഫട്നാവിസ് പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇപ്പോഴും കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ തുടരുകയാണ്. പുതുമുഖങ്ങൾക്ക് ധാരാളം അവസരം നൽകണം എന്ന ഒരു നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. സ്ഥിരം മന്ത്രിമാർ എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് പുതുമുഖങ്ങളെ ധാരാളം കൊണ്ടുവരിക എന്നതാണ് ഒരു പ്രധാന അജണ്ടയായി BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ജയ് കുണ്ഡെ പോലുള്ളവർ, അല്ലെങ്കിൽ അനീഷ് ഷെല്ലാറിനെ പോലെ, നിതീഷ് റാണയെ പോലുള്ള പുതുമുഖങ്ങൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് കരുതാം. ഏതായാലും ഗിരീഷ് മഹാജനെ പോലെയോ, സുരേഷ് ഖാഡയെ പോലെയോ, മംഗൾ പ്രഭാത് ലോധയെ പോലെയോ ഒക്കെ ഉള്ള സ്ഥിരം ആളുകളും ഈ മന്ത്രിസഭയിൽ അവർക്കും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും അവസരം ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. ഏതായാലും മഹാരാഷ്ട്രയിൽ നേടിയ വലിയ വിജയം നിലനിർത്താൻ വേണ്ട ഒരു സമഗ്രമായ ഒരു പരിഷ്കരണം ഉണ്ടാകണം എന്നുകൂടി BJP നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ചന്ദ്രശേഖർ ഭവൻകുലെ BJPയുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ഷിൻഡെയുമായും ദേവേന്ദ്ര ഫട്നാവിസുമായും കൂടിക്കാഴ്ച നടത്തി ഈ വിഷയങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും രമ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വൈകുന്നേരത്തോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. നാളെ ഈ നിയമസഭാ സമ്മേളനം, അതിൻ്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകും എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വ്യക്തമാകുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 3 ആഴ്ചയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനം ഉണ്ടാകുന്നു. അത് എങ്ങനെയാണ് അതിന്റെ ഫോർമുല എന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരാറുണ്ട്.